നമസ്കാരം. 91 ന്യൂസിലേക്ക് സ്വാഗതം. രാവണപ്രഭു എന്ന സിനിമയിൽ പോലീസ് ഓഫീസറായ സിദ്ദിഖിനെ ഒരു പൊതുവഴിയിൽ വെച്ച് ഹീറോ ആയ ലാലേട്ടൻ പല്ലിടിച്ച് തെറിപ്പിക്കുന്ന ഒരു സീനുണ്ട്. അത് സിനിമ. ഇങ്ങനെ ഒരു സിനിമാരംഗം കണ്ടിട്ട് പോലീസുകാരെ കൈവയ്ക്കാൻ ആരെങ്കിലും ഒരു ശ്രമം നടത്തിയാൽ അവന്റെ കൂമ്പിടിച്ച് കലക്കും കേരള പോലീസ്. അങ്ങനെ വേണം, അല്ലെങ്കിൽ പോലീസിനെ പേടിയില്ലാതായി പോകും. സിനിമ ആക്രമണങ്ങളെയും ലഹരിയെയും പ്രോത്സാഹിപ്പിക്കുകയും സ്വാധീനിക്കുകയും ചെയ്യുന്നുണ്ടോ എന്ന് കേരളം ഗൗരവമായി ചർച്ച ചെയ്യുകയാണ്. സ്വാധീനിക്കുന്നുണ്ട് എന്നതാണ് സത്യം. എന്നാൽ സിനിമയിൽ ഇത്തരം സീനുകൾ പരിപൂർണമായി ഒഴിവാക്കാനും കഴിയില്ല. മലയാള സിനിമയുടെ ആസ്വാദനം വല്ലാതെ മാറിപ്പോയിരിക്കുന്നു. സംഗീതമേ അമരസല്ലാപമേ എന്ന മനോഹരമായ പാട്ട് ന്യൂ ജനറേഷനിലെ എത്ര പേർ ആസ്വദിക്കും? അതിനു പകരം ചോര കൊണ്ട് ജ്യൂസ് അടിച്ച് അച്ഛനെ ഇടിച്ച് 2 പെങ്കടിച്ച് എന്ന് പാടിയാൽ അതാണ് ഈ കാലത്തിന്റെ ആവശ്യം. വിജയരാഘവൻ ചേട്ടൻ ഒരു പഴയ നടനാണ്, ഇപ്പോഴും ഗംഭീരമായി സിനിമയിൽ വേഷം ചെയ്യുന്ന ആക്ടർ. വിജയരാഘവൻ ചേട്ടൻ ഈ അടുത്ത കാലത്ത് അഭിനയിച്ച റൈഫിൾ ക്ലബ്ബ് എന്ന ചിത്രത്തിൽ ഡ്രഗ് അടിച്ച് ബോധം മറഞ്ഞ് എല്ലാവരെയും കൊല്ലണമെന്ന് പറയുന്ന കഥാപാത്രത്തിനോട് വില്ലനായ കഥാപാത്രത്തിന്റെ സ്വന്തം അച്ഛൻ പറയുന്ന ഡയലോഗ്, മോനെ നിനക്കാദ്യമായി കള്ള് മേടിച്ചു തന്നതാരാ? മകൻ മറുപടി പറയുന്നു, അപ്പ. തുടർന്ന് ചോദിക്കുന്നു, നിനക്കാദ്യമായി ഡ്രഗ്സ് തന്നതാരാ? മകന്റെ മറുപടി, അതും അപ്പ. നിനക്കാദ്യമായി പെണ്ണിനെ തന്നതാരാ? അതിനും മകൻ അപ്പയാണെന്ന് ഉത്തരം പറയുന്നു. നിനക്കിതെല്ലാം തന്നെ അപ്പ പറയുന്നത് നീ കേൾക്കില്ലേ? ഇങ്ങനെയാണ് ഈ ഹിറ്റ് സിനിമയുടെ ഒരു സീൻ. അപ്പോൾ ഇതൊന്നും നൽകാത്ത അച്ഛന്മാർ പുതിയ തലമുറയിലെ ഭൂരിഭാഗത്തിന്റെയും കണ്ണിൽ മോശക്കാരാണ്, കഴിവില്ലാത്തവരാണ്. ഇത്തരം സാമൂഹ്യ തിന്മകളെ സിനിമ പ്രോത്സാഹിപ്പിക്കുന്നു. ഉണ്ണിമുകുന്ദൻ പ്രധാന വേഷം ചെയ്ത മാർക്കോ എന്ന സിനിമ മനുഷ്യ ശരീര അവയവങ്ങൾ കടിച്ചു പറിച്ചെടുക്കുന്നതും ഇലക്ട്രിക് വാള് കൊണ്ട് ശരീരത്തെ പല കഷണങ്ങളാക്കി മുറിച്ചെറിയുന്നതും ഉൾപ്പെടെ നമുക്ക് തിയേറ്ററിൽ കണ്ടിരിക്കാൻ പോലും കഴിയാത്ത വയലൻസ് ആണ്. പക്ഷെ മാർക്കോ എന്ന ചിത്രം വലിയ വിജയം നേടി. മലയാളത്തിൽ മാത്രമല്ല, ഹിന്ദി ഉൾപ്പെടെ വിവിധ ഭാഷകളിൽ ഈ മലയാള ചിത്രം ചർച്ച ചെയ്യപ്പെട്ടു. ചിത്രത്തിലെ പ്രതികാരത്തിന് പകരം കൊല്ലാൻ വരുന്ന വില്ലന്മാരെ ഉപദേശിച്ചു നന്നാക്കാൻ ശ്രമിക്കുന്ന സീൻ സിനിമയിൽ ഉൾപ്പെടുത്താൻ സാധിക്കുമോ? സത്യനന്ദിക്കാടിന്റെ ഗ്രാമവിശുദ്ധിയും പ്രിയദർശന്റെ ദൃശ്യഭംഗിയുമൊക്കെ ഒരു പഴയ കാലം. ഇനി അങ്ങോട്ട് ഇങ്ങനെയാണ്. എല്ലാം തകർക്കുന്ന, ബോംബിട്ടും വെടിവെച്ചും സകലരെയും കൊന്നൊടുക്കുന്ന വീഡിയോ ഗെയിമുകൾ, ഫുൾ ടൈം മദ്യപിച്ച് അടിപിടി ഉണ്ടാക്കി ഹീറോയായി വാഴുന്ന ആവേശം എന്ന സിനിമയിലെ ഭഗത് ഫാസിൽ. അങ്ങനെ എവിടെ തിരിഞ്ഞാലും മയക്കുമരുന്ന് ഉപയോഗവും വെട്ടും കുത്തും പ്രോത്സാഹനങ്ങളും മാത്രമാണ്. എല്ലാം തച്ചുടയ്ക്കാൻ ന്യൂ ജനറേഷനെ പാകപ്പെടുത്തിയെടുക്കുന്ന വീഡിയോ ഗെയിമുകൾ. സിനിമയും ജീവിതവും തമ്മിലുള്ള അന്തരം നമ്മുടെ കുട്ടികളെ ബോധ്യപ്പെടുത്തി അനാവശ്യമായ വീഡിയോ ഗെയിമുകൾ നിരോധിച്ച് വിദ്യാലയങ്ങളിൽ അച്ചടക്കത്തിന് ഗൗരവമായ പ്രാധാന്യം നൽകി സ്നേഹപൂർവ്വം പുതുതലമുറയെ ചേർത്ത് പിടിക്കാൻ നമുക്ക് നല്ലൊരു നാളെ ഉണ്ടാകാതിരിക്കില്ല എന്ന ശുഭപ്രതീക്ഷയോടെ.